2024-25 INC ലിസ്റ്റ് പുതിയത് പുറത്തു വന്നിട്ടുണ്ട്. ജൂലൈ 15 നോക്കിയപ്പോൾ ഒരുപാട് പേർക്ക് കോളേജ് ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ 13 വന്നു. ഇപ്പൊ ഇതാ 21 ഓഗസ്റ്റില് ഒരു ലിസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത കോളേജസ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കോളേജസ് ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഫൈൻഡ് ചെയ്ത കോളേജസ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത കോളേജ് ഉൾപ്പെട്ടിരിക്കുന്ന കോളേജ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ബാക്കിയുള്ള ആളുകൾക്കും അത് ഉപകാരപ്പെടും. ബാക്കിയുള്ള ഒരുപാട് സ്റ്റുഡൻസിന് ഇതിന്റെ കൺസേൺ ഉണ്ട്. അപ്പൊ അത് അവർക്ക് ഉപകാരപ്പെടും. അപ്പൊ INC ലിസ്റ്റ് ഇപ്പൊ 21 ഓഗസ്റ്റിന് പുതിയൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ലിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ, നേഴ്സിംഗിന് വേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതും അല്ലാണ്ട് കുറച്ച് ഇൻഫർമേഷനും INCയുടെ ഇൻഫർമേഷൻ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണാണ്ട് വന്ന് കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. വീഡിയോ ഫുള്ള് കണ്ടിട്ട് വന്ന അഭിപ്രായം പറയുക. കാരണം ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യം തന്നെയാണ് ഡൗട്ട് ആയിട്ട് എല്ലാവരും ചോദിക്കുന്നത്. ഈ ലിസ്റ്റ് പുറത്തിറക്കുമ്പോൾ സ്റ്റുഡൻസിന് ഭയങ്കര സന്തോഷം അല്ലേ? പക്ഷെ ഏറ്റവും ദുഃഖമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. മനസ്സിലായി കാണൂല്ലേ? ഏജന്റ്. INC ലിസ്റ്റ് ചെക്ക് ചെയ്യുക എല്ലാവരും. അതിനു മുമ്പ് ഒരു കാര്യം, കോളേജിലേക്ക് ഫീസ് അടയ്ക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നു, ഏജന്റിന് ഫുൾ ഫീ അടച്ചാൽ മതിയോ? ദയവ് ചെയ്ത് നിങ്ങൾ ഏജന്റിന് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഏജന്റിന് പൈസ കൊടുക്കല്ലേ. നിങ്ങൾ ആ കോളേജിന്റെ ഇൻവോയ്സോ അവരുടെ അക്കൗണ്ട് നമ്പറോ ഡയറക്റ്റ് പോയിട്ട് മേടിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് കിട്ടുമോ നോക്കുക. നിങ്ങൾ എന്തിനാ ഏജന്റിന് പൈസ കൊടുക്കണേ? ഏജന്റും കോളേജായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവർ ജസ്റ്റ് കോളേജ് അഡ്മിഷൻ എടുത്തോളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവര് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ പഠന ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഗുണമില്ലാത്ത ആൾക്കാരാ. എല്ലാ ഏജൻസിനും എല്ലാ കുറ്റം പറയുന്നത്. ഫ്രോഡ് പരിപാടി കാണിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒരിക്കലും നല്ലൊരു ഏജൻസിയാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങളോട് ഒരിക്കലും അവർക്ക് പൈസ അയക്കാൻ പറയത്തില്ല. അവർ ഡയറക്റ്റ് കോളേജിലേക്ക് അയക്കാനേ പറയുള്ളൂ. അത് അങ്ങനെയാണ് സംഭവിക്കുള്ളൂ. നിങ്ങൾ ചൂസ് ചെയ്ത നല്ലൊരു ഏജൻസി ആണെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ ലിസ്റ്റ് പുറത്തേക്ക് വന്നു. അതിനു മുമ്പ് നമ്മുടെ പുതിയൊരു വാട്സ്ആപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത കോളേജും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുമ്പോൾ അവിടെ അഡ്മിഷൻ എടുത്ത പിള്ളേരെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ തന്നെ സുഹൃത്തുക്കളെ കിട്ടും. എങ്ങനെയാണ് അവർ അഡ്മിഷൻ എത്ര രൂപ ഫീസ് എന്നൊക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുമ്പോൾ അതിന്റെ റിപ്ലൈ ആയിട്ട് അഡ്മിഷൻ എടുത്ത് തരാമെന്നും പറഞ്ഞ് വന്ന് അഡ്മിഷൻ എടുത്ത് തരുന്ന ഫ്രോഡ് ആളുകളുണ്ട്. അവരുടെ വലയിൽ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏൽക്കൂല. കമന്റ് ബോക്സിൽ വരുന്നവർക്ക് റിപ്ലൈ അടിച്ച് അഡ്മിഷൻ എടുത്ത് കൊടുക്കുക, അങ്ങനത്തെ പരിപാടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഏൽക്കില്ല. ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് അടിയിൽ വന്നിട്ട് റിപ്ലൈ അടിക്കുന്നത്. ലേറ്റസ്റ്റ് 21 ഓഗസ്റ്റ് 2024 ലിസ്റ്റിനകത്ത് ഒരുപാട് കോളേജസ് ഉൾപ്പെട്ടിട്ടുണ്ട്. അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് മെസ്സേജ് പറഞ്ഞു പുതിയ ലിസ്റ്റിൽ അവരുടെ കോളേജ് ഉണ്ട്. അതാണ് അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയും കോളേജ് അതിനകത്ത് കാണാത്തവര് ജസ്റ്റ് ഇനിയും ഡിസംബർ വരെ മേ ബി അപ്ഡേറ്റ് വരാം. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ആയിരുന്നു. നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം അപ്ഡേറ്റ്. നിങ്ങൾ മാക്സിമം അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ മാക്സിമം അത് ചെക്ക് ചെയ്യുക ഡെയിലി. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഇപ്പോഴും അറിയില്ല. എല്ലാവരും കോളേജ് സൈറ്റിലേക്ക് കയറി നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വീണ്ടും പറയാം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എന്നൊരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ലിസ്റ്റ് ഓഫ് കോളേജ് 3 ഡോട്ടിന്റെ മുകളിൽ അവിടെ സൈഡിലായിട്ട് ലിസ്റ്റ് ഓഫ് കോളേജ് വരും. അതിനകത്ത് 21 ഓഗസ്റ്റ് 2024 എന്ന ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഡേറ്റ് ജൂലൈ 15 തന്നെ ആയിരിക്കും കിടക്കുന്നത്. പക്ഷെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കിയാലാണ് ഡേറ്റ് മാറുന്ന അറിയാൻ പറ്റുള്ളൂ. ആ ഒരു ലിസ്റ്റിലേക്ക് അവർ ആഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി ലിസ്റ്റ് വരും. അപ്പോൾ കോളേജസ് ഇനി ആഡ് ആയിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കോളേജസിന്റെ അഫിലിയേഷൻ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് കാരണം? എന്താണ് മൊത്തത്തിൽ കാരണം? തട്ടിപ്പ്. അത് തന്നെയാണ് കാരണം. നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആ കോളേജ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോഴല്ല, അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ ഇത് എന്തെങ്കിലും തട്ടിപ്പാണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന കുറച്ച് വഴിയുണ്ട്. എല്ലാ കോളേജുകാരും അങ്ങനെയല്ല കേട്ടോ. ഞാനൊക്കെ കർണാടകയിൽ പഠിച്ച ആളാണ്. സൂപ്പർ കോളേജായിരുന്നു. എന്റെ കോളേജ് ഞാൻ പേഴ്സണലി ഞാൻ പറയാം, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, വെബ്സൈറ്റില് KNC യൂണിവേഴ്സിറ്റി INCയുടെ വെബ്സൈറ്റിൽ മാത്രം ചെക്ക് ചെയ്യുക. ഏജൻസി പറയുന്നതല്ല വേണ്ടത്. നിങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്യുക. കാരണം ഇപ്പൊ വീണ്ടും കുറെ പിള്ളേർ പോയിട്ട് പെട്ടുപോയി. ഞാൻ മാക്സിമം ഇത്രയും വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ്. അതൊന്നും കയറി നോക്കാൻ ആർക്കും പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയല്ല, ആർക്കും പറ്റുന്നില്ല അതൊന്നും കയറി നോക്കാൻ. അതാണ് പറഞ്ഞത്, മലയാളീസ് അത് ചെയ്യില്ല. അതെനിക്ക് 100% ഉറപ്പായ കാര്യമാണ്. മലയാളീസ് അത് ചെയ്യില്ല. എല്ലാവരും പെട്ട് കഴിയുമ്പോൾ എല്ലാം പെട്ടുപോയി കഴിയുമ്പോൾ അത് നോക്കും. അത് വരെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അതാണ് പറഞ്ഞത്, എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ശ്രദ്ധിച്ച് അതിനെതിരെ പോരാടും. എന്നാൽ പിന്നെ ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ പോരാടേണ്ട ആവശ്യമില്ലല്ലോ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം, എല്ലാ സൈറ്റിലും കയറി ചെക്ക് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്യുന്ന കേസേ ഉള്ളൂ, സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. അത് ജസ്റ്റ് കയറി എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾ സ്വന്തം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണേ. നിങ്ങൾ കോളേജിൽ ചെന്നിട്ട് നിങ്ങൾ വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമല്ലേ. നമ്മളിപ്പോ നാട്ടിൽ നിന്ന് അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് തട്ടിപ്പും വെട്ടിപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ പല രീതിയിലുള്ള തട്ടിപ്പുകൾ പുറത്തേക്ക് വരും. അതൊക്കെ എങ്ങനെയാണ്? തട്ടിപ്പുകൾ പല രീതിയിലുണ്ട്. അത് പല മുഖംമൂടി ഉണ്ട് തന്നെ. അത് പല രീതിയിലുള്ള മുഖംമൂടി നമുക്ക് നന്നായിട്ട് അറിയാം. അത് ഏതൊക്കെ മുഖംമൂടിയാണ് എന്ന് അറിയേണ്ടവര് ജസ്റ്റ് കമന്റ് ചെയ്യുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. മാക്സിമം കമന്റ് ചെയ്തോളുക. അപ്പൊ എല്ലാവരും കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഉണ്ടാക്കിയെടുക്കുക, സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക.
നഴ്സിംഗിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഇങ്ങനെ ഡെവലപ്പായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. സോ അതിനു വേണ്ടി നിങ്ങൾ മാക്സിമം പ്രയത്നിക്കുക, ട്രൈ ചെയ്യുക, അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും, ഷുവർ. താങ്ക് യു.